അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത ഇതുപോലെ പറയുന്നത്. ഇതിൽ നിന്ന് ഇതുപോലെ ശാക്തേയ കാവുകളിൽ പൂജ ചെയ്യും. ഞാൻ പറഞ്ഞു അത് രാജാക്കന്മാരാണ് ചെയ്യുന്നത്. അവരുടെ രാജാക്കന്മാർ. അപ്പോൾ രാജാക്കന്മാർ എന്താണെന്ന് വെച്ചാൽ ഒരു രാജാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ശക്തി, അവരുടെ നാട്ടിലുള്ള അവരുടെ പടയാളികളും മറ്റു അവരുടെ ദേശത്ത് വസിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ശക്തിക്ക് എന്താണ് രാജാവ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിനകത്ത് ശക്തേയ വിധാനത്തിലുള്ള പൂജകൾ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഉത്തരഘട്ടത്തിൽ നമ്മളെ കോലത്തിരി മഹാരാജാവും സാമൂതിരിയുമായിട്ട് നിരന്തര സംഘർഷങ്ങളുണ്ടായിട്ട്. അതുപോലെ കൊല്ലത്തിരി എന്ന് പറയുന്നത് പുന്നലക്കോനാതിരിയാണ് സാമൂതിരിയുടെ. പുന്നലക്കോനാതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിൽ നിരന്തര സംഘർഷം. വള്ളുവക്കോനാതിരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല സാമൂതിരി. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഈ വള്ളുവക്കോനാതിരിയുടെ ശക്തി എന്ന് പറയുന്നത് തിരുമാന്താംകുന്നിലമ്മയാണ് എന്ന് മനസ്സിലാക്കി അവിടെ ദേശപ്രജ്ഞനായി പോയിക്കൊണ്ട് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് എത്രയോ കാലം വചനമിരുന്ന് ദേവിയെ പ്രാർത്ഥിച്ചു, ദേവിയെ പ്രീതിപ്പെടുത്തി. അവസാനം ദേവി തന്നെ ഒരു വളയെ ഉരിഞ്ഞെറിഞ്ഞ് കൊടുത്തു ഇത് പോകുന്ന സ്ഥലം. അങ്ങനെ ആ വള പോയി വീണ് ഒരാഴ്ചയോളം അവിടെ കിടന്ന് കറങ്ങിയെന്നാണ്. അതിനാണ് ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ആ വള വീണ് അവിടെയാണ് പ്രതിഷ്ഠ ചെയ്തത്. അതാണ് വളയനാട് കാവ്, സാമൂതിരിയുടെ കോഴിക്കോട്ടുള്ള വളയനാട് കാവ്. അതിനുശേഷമാണ് സാമൂതിരി ഇന്ന് കാണുന്ന പ്രദേശങ്ങളൊക്കെ പാലക്കാട് വരെയുള്ള ഭാഗങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചത്. സാമൂതിരി വെട്ടിപ്പിടിച്ച പ്രദേശങ്ങളിലെല്ലാം സാമൂതിരി ഈ തരത്തിലുള്ള ആചരണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ആ പ്രദേശങ്ങളിലൊക്കെ ഭുവനേശ്വരി പൂജ, നമ്മൾ പറയുന്ന ശക്തയം എന്ന് പറയുന്ന അല്ലെങ്കിൽ മച്ചിലടി എന്ന് പറയാം, അവർ ഭുവനേശ്വരി പൂജ എന്ന ആ പ്രദേശത്ത് പറയും. സംഭവം ഒന്ന് തന്നെയാണ്, പേരിൽ മാത്രം വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ നീലേശ്വരം മന്നമ്പുറത്ത് മുതൽ വളയാനാട് വരെ വരുന്നത് എല്ലാം ചെയ്യുന്നത് പിടാരകന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് പരസ്പര ബന്ധം ഉള്ളവരാണ്, അവരൊക്കെ സംസാരിച്ച് മനസ്സിലായി. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്ന ശക്തിയെ ഇന്ന് കാണുന്ന രീതിയിൽ എല്ലാ കുടുംബത്തിനും അല്ലെങ്കിൽ എല്ലാ കുലത്തിനും ഇന്ന് കാണുന്ന രീതിയിൽ കാവുകളോ ക്ഷേത്രങ്ങളോ ആയിരുന്നില്ല. പണ്ട് കാലത്ത് വീട്ടിനകത്ത് വെച്ചിട്ടുള്ള ആചരണമാണ്. അതത് വീട്ടിൽ അതത് കുലത്തിന് അവരുടെ കുടുംബ പശ്ചാത്തലത്തിനനുസരിച്ച് അവരുടെ പ്രൗഢിക്കനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് അവരുടെയൊക്കെ വീട്ടിനകത്ത് വെച്ച്, വീട്ടിൽ സാധാരണ വീടുകളാണ് തെക്ക് ഭാഗത്തുള്ള ഒരകം, അതിന് കൊട്ടിലകം എന്ന് പറയും. ആ കൊട്ടിലകത്ത് അല്ലെങ്കിൽ നാലുകെട്ട് വീടുകളാണെങ്കിൽ അതിന് തെക്കിനി എന്നും വടക്കിനി തെക്കിനിയൊക്കെ ഉള്ള വീട്. ഈ തെക്കിനിക്കകത്ത് വെച്ചിട്ടാണ് ശക്തേയ പൂജകൾ നടത്തുന്നത്. അത് സാധാരണ ഒരു മരത്തിൻ്റെ വീടായിരിക്കും, മരത്തിൻ്റെ ചെറിയ പീഠം. അതിന് 4 കാല്. സാധാരണ പീഠത്തിന് അറിയാലോ 4 കാല്. ഈ പീഠത്തിൻ്റെ 4 കാലം എന്താണെന്ന് അറിയാമോ? എന്താ 4 കാലല്ലേ പീഠത്തിൻ്റെ? നമ്മൾ എല്ലാവരും സഹസ്രാമം വായിക്കുന്നത്. സഹസ്രാമത്തിൽ ഒരു വാക്കുണ്ട്, എന്താണ്? സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപം, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ രൂപമാണ്. പിന്നെ ഭോക്തൃ ഗോവിന്ദരൂപിണി, അതായത് സ്ഥിതിയാണ് ഗോവിന്ദൻ, അതായത് വിഷ്ണുവിൻ്റെ രൂപം. മൂന്നാമത്തത് സൃഷ്ടി സ്ഥിതി സംഹാരം, സംഹരിക്കാൻ വേണ്ടിയിട്ട് രുദ്രൻ്റെ രൂപം. സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ, ഭോക്തൃ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. മനസ്സിലായി? ഇത് രൂപം എടുത്തതേ ഉള്ളൂ. അപ്പോൾ വിഷ്ണു ആണോ ബ്രഹ്മാവാണോ അല്ലെങ്കിൽ ശിവനാണോ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ദേവി തന്നെയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ, ഭോക്തൃ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ. 3 മാത്രമല്ല, അടുത്തതുണ്ട് തിരോധാനകരി ഈശ്വരി. തിരോധാനം, സൃഷ്ടിസ്ഥിതി സംഹാരം, തിരോധാനം. 4 ലേഖനം ഒന്നുകൂടിയുണ്ട്. 5ാമത് എന്താ? സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം. സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ, ഭോക്തൃ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാന സദാശിവ അനുഗ്രഹം. അനുഗ്രഹം നൽകുന്നതാണ് സദാശിവ. സദാശിവനാണ് പീഠത്തിന്റെ പലക. ഈ 4 കാലിന് 1ാമത്തെ കാലി ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. ഇതിന്റെ പുറകിലുള്ള രുദ്രം കഴിഞ്ഞിട്ട് തിരോധാനകരി ഈശ്വരി, ഈശാനകോണിലുള്ള ഈശാനകോണ. മനസ്സിലായി? ഈശാനകോണം.
അപ്പോൾ ഇത് വെക്കുമ്പോൾ സാധാരണ ഈ പൂജ ചെയ്യാൻ എടുക്കുന്നവർ അറിയുന്നവരവർ അതിനൊരു മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഏത് ഭാഗമാണ് കിഴക്കോട്ട് വെക്കേണ്ടത്. ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് തിരിച്ചു വെച്ചിരിക്കുന്ന ആദ്യത്തെ കാല് ബ്രഹ്മാവും, അപ്പുറം പുറകിലുള്ളത് അതിന് നേരെ വിഷ്ണുവും, ഈ ഭാഗത്തുള്ളത് രുദ്രനും, ഈശാന കോണിലുള്ളത് അതാണ് ഈശാനൻ. അപ്പം അതിൻ്റെ മുകളിലുള്ള പലകയാണ് സദാശിവൻ. സദാശിവന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. അല്ലെ, ശിവന്റെ മുകളിൽ കാലുമക്കളെ കയറ്റിയിട്ടിരിക്കുന്നു. പഞ്ചകൃത്യപരായണ അല്ലെ, സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം, ഇതാണ് പഞ്ചകൃത്യം. പഞ്ചകൃത്യപരായണ. നമ്മളെ 3 കൃത്യത്തിനെ പറ്റിയിട്ട് പറയും, 5 ഇത് ആണ് ദേവി. ആ ദേവിയെ ആ രൂപത്തിൽ നമ്മുടെ കൊട്ടിലകത്ത് വെച്ചുകൊണ്ട് അതിന് പ്രത്യേക യന്ത്രം വരച്ചു. ആ യന്ത്രത്തിലേക്ക് ആവാഹിച്ചിരുത്തി അത് ഈ പറയുന്ന പഞ്ചമകാരങ്ങളോടുകൂടിയുള്ള പൂജകൾ കൊടുക്കുന്ന അതിബൃഹത്തായ ഒന്നാണ് ശാക്തേയ പദ്ധതി എന്ന് പറയുന്നത്. അത് ഒരു ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് കൃത്യമായിട്ടുള്ള ഉപാസനകൾ ചെയ്ത് അങ്ങനെയുള്ള ഒരു കർമ്മിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതും ഇതുപോലെ തന്നെ 64 ഉപചാരങ്ങൾ കൊടുക്കും. ദേവിക്ക് 64 ഉപചാരങ്ങൾ. ചതുഷ്ടി ഉപചാരാഢ്യ ചതുഷ്ടി കലാമി മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത 64 കോടി പുണ്യവാരുമായിട്ട് ഇരിക്കുന്നത്. ആ ദേവിക്ക് ഉപചാരങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് ഈ ശാക്തി കാലമാണ്. പണ്ട് ഇതിൽ തന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെയ്യത്തിലാവുമ്പോൾ സാധാരണ വീത്ത് വെക്കുക, അങ്ങനെ കല്ല് വെക്കുകയുള്ളൂ. ഈ പൂജയിൽ വരുന്ന സമയത്ത് ആ കല്ലിനെ അല്ലെങ്കിൽ മദ്യത്തെ അമൃതാക്കി മാറ്റിക്കൊണ്ട് ഇതിൻ്റെ വിഷകലിയെ മാറ്റി അമൃതയാക്കി മാറ്റിക്കൊണ്ട് മന്ത്രോച്ചാരണം. അപ്പം നമ്മൾ സാധാരണ ഒരു ചോദ്യം വരും, എങ്ങനെയാണ് കല്ലിനെ അമൃതാക്കാൻ പറ്റുക? നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വിഷവൈദ്യന്മാർ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, വിഷകലിയെ നമ്മുടെ നാട്ടിലുള്ള വിഷവൈദ്യന്മാർ ഇന്നൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ ഇത്ര വരുന്നതിന് എല്ലാ നാട്ടും പുറത്തുകൊണ്ടും വിഷവൈദ്യന്മാരില്ല. അപ്പോൾ പാമ്പ് കടിച്ചാൽ അവരടിക്കാതെ പോകും. അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുക, ഒരു വെള്ളം പൂജിച്ചിട്ട് എന്നിട്ട് ഇത് ധാര വാരാൻ പറയും. 101 പ്രാവശ്യം, 501 പ്രാവശ്യം, 1000 പ്രാവശ്യമൊക്കെ ധാര. ഈ ധാര വാരുന്നത് പുറത്തിങ്ങനെ വെള്ളം മാത്രമേ ഒഴിക്കുള്ളൂ. ഈ വെള്ളത്തിൽ കൂടി എന്തുണ്ട്, ഇത് വിഷം ഇറങ്ങിപ്പോകും. ഈ വിഷം ഉള്ളിലുള്ള വിഷത്തെ വെള്ളത്തിൽ കൂടി മാറ്റാൻ കഴിവുണ്ടെങ്കിൽ ഇവർക്ക് എന്താ അറിയാം, ഈ പറയുന്ന നാട്ടിൻപുറത്തുള്ള വിഷവൈദ്യന്മാരൊക്കെ ശക്തി ഉപാസകന്മാരെ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളെ നാട്ടിലുള്ള ആയുർവേദം കൈകാര്യം ചെയ്തത്, പണ്ട് കാലത്ത് ആയുർവേദം നാട്ടിൽ നിന്ന് പോണം. ഓക്കെ, ശരി. നാട്ടിലുള്ള നാട്ടുവൈദ്യന്മാരൊക്കെ എന്താണ്, ഓരോ പ്രദേശത്തും ഉണ്ടായിരുന്ന നാട്ടുവൈദ്യന്മാരൊക്കെ ഇത്തരത്തിൽ ഉള്ള ആളുകളെ പക്ഷെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരങ്ങനെ പുറത്തൊരു ഷോ തരാൻ വേണ്ടിയിട്ട് അവരെ ശ്രമിച്ചിട്ടും ഉണ്ടാവില്ല. അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കിയ ഇതിൻ്റെ ഒരു സൗന്ദര്യവും അതാണ്. പലപ്പോഴും പലരെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. ഒരു നാട്ടിൽ സാധാരണക്കാർ കാണുന്ന ഒരു വലിയ വരയും കുറിയും കയ്യിലുള്ള കെട്ടും കുറേ മാലയൊന്നും ഉണ്ടാവില്ല. പുറത്ത് കാണുന്ന തരത്തിലൊന്നുമായി അവരിൽ തന്നെ ഒതുക്കും. കൃത്യമായിട്ടുള്ള മന്ത്രങ്ങൾ, അവരുടെ ഗുരു ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങൾ കൃത്യമായിട്ട് ഗുരു എത്രയാണോ പറയുന്നത് അത്ര തന്നെ ജപിച്ച് അത് കൃത്യമായിട്ട് ഒരു ഇത് പോകുമ്പോൾ പുരസ്ചരണം ചെയ്യാൻ പറ്റും. ഒരു മന്ത്ര പുരസ്ചരണം ചെയ്യും. സാധാരണ അക്ഷരലക്ഷം പുരസ്ചരണം ചെയ്യാനാണ്. ഇപ്പോൾ എത്ര ലക്ഷമാണ് ഗുരു പറഞ്ഞത്? ഒരു 6 അക്ഷരമുള്ള മന്ത്രമാണെങ്കിൽ 6 ലക്ഷം പുരസ്ചരണം ചെയ്യും. 3 അക്ഷരമുള്ള മന്ത്രമാണ് 3 ലക്ഷം പുരസ്ചരണം. 9 അക്ഷരമുള്ള മന്ത്രമാണെങ്കിൽ 9 ലക്ഷം പുരസ്ചരണം ചെയ്യും. അപ്പോൾ ആ പുരസ്ചരണം അത് വിട്ടുപോകാതെ മുറിയാതെ ഇത്രയും പുരസ്ചരണം ചെയ്താൽ അതിൻ്റെ 10% ഹോമം ചെയ്യാൻ പറ്റും. അതിൻ്റെ 10% തർപ്പണം ചെയ്യും. അതിൻ്റെ 10% മാർജനം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് വന്ന ആളുകളാണ് ഈ പൂജ ചെയ്യുന്നത്. മനസ്സിലായി? അത്രയും ഉയർന്ന പഠിച്ച് ചെയ്ത ആളുകളാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ ഷോ ഓഫ് ഒന്നും അവരൊക്കെ ഉണ്ടാവില്ല. അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഏതോ ഒരു കാലഘട്ടത്തിൽ, അന്ന് ഒരു കാലഘട്ടത്തിൻ്റെ മോശമായിരിക്കാം, ഇത് ചെയ്തു വന്ന പല കർമ്മികളുടെയും വന്ന ദോഷം, പ്രത്യേകിച്ച് മന്ത്രപുരസ്കരണത്തോടുകൂടി ഈ അതിൻ്റെ വിഷത്തെ മാറ്റി അമൃതീകരിക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തത് പോയതുകൊണ്ടും ഇതിനെ എന്താ പറയുക വെള്ളടിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റി. അങ്ങനെയാണ് പല സ്ഥലത്തും ശാക്തേയം എന്ന് പറയുന്ന പ്രധാന പദ്ധതി തന്നെ നശിച്ചു പോയി. ഇന്ന് അതിൻ്റെ ദുരനുഭവങ്ങൾ പല കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരു കാലത്ത് വളരെ പ്രൗഢിയിൽ നിന്നിരുന്ന ആളുകൾ നമ്മൾ പല കുടുംബങ്ങളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള കുട്ടികൾ നന്നായിട്ട് പാടാനുള്ള കഴിവ്, ചിത്രരചന വഴിയാണ്, നന്നായിട്ട് സംസാരിക്കാനുള്ള കലകളിൽ
യഥാർത്ഥത്തിൽ ഈ 64 തന്ത്രം എന്ന് പറയുന്നത് 64 കലകളാണ്. നന്നായിട്ട് നൃത്തം ചെയ്യും. നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്, കളരി അഭ്യാസം ചെയ്യും. ഇന്ന് കളരി വിട്ടിട്ട് മറ്റുള്ള മാർഷൽ ആർട്സിലേക്ക് ആയിരിക്കും അവരുടെ കഴിവുകളുണ്ടാവും. നമ്മൾ അവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ ഒക്കെ തറവാട്ടി കുടുംബത്തിൽ എന്തുണ്ടാവും? ശക്തിയാചരണം ഉണ്ടായിരിക്കും. ഇന്ന് എവിടെയെങ്കിലും ഗ്രാഫ് താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ആചരണം അവർ കൈവിട്ടിട്ടുണ്ട് എന്നാണ്. ഇതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ വടക്കേ മലബാറിലെ സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതാണ് യുക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ. അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും വടക്കിനിയും ഭാഗം എന്ന് പറയുന്ന ഒരു ആചരണം, ശക്തി ആചരണം തന്നെ മറ്റൊരു തരത്തിലാണ്. അത് ശക്തിയെ ഉപാസകന്മാരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദേവിയിലേക്ക് ലയിക്കുകയും, സാധാരണ പറയും നമ്മൾ വിഷ്ണുപാദം പോവുകയെന്ന്. എല്ലാവരെയും വിഷ്ണുപാദത്തിൽ തിരുനെല്ലിയിലാണ് സമയം. പക്ഷേ ഇത് കൊടുങ്ങല്ലൂർ ഭഗവതിയിൽ ലയിക്കുന്ന ഒരു സംവിധാനം. കോമരത്താന്മാര്, അതുപോലെ തന്നെ ദേവി ഉപാസകന്മാരായ ആളുകൾ പ്രത്യേക തിഥികളിൽ നക്ഷത്രങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് അവർ ദേവിയിലേക്ക് ലയിക്കും. അങ്ങനെയുള്ളവരെയാണ് ഭണ്ണാരമൂർത്തിയായിട്ട് ഭണ്ണാരമൂർത്തി വടക്കിനെയും ഭാഗം എന്ന് പറഞ്ഞ കർമ്മം. അത് ഓരോരോ സമുദായത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നായന്മാർ, നമ്പ്യാന്മാർ, അതുപോലെ വാണി സമുദായത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോമൻ. തീയ സമുദായത്തിനൊക്കെ ആണെങ്കിൽ കൂറുമ്പയുടെ കോമനാണ്. അങ്ങനെയാണ് ചെയ്യുക. അത് ഓരോ സമുദായത്തിനും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കുറുമ്പയുടെ എംബ്രാൻ മൂപ്പൻ എന്ന് പറയുന്ന സ്ഥാനികന്മാരുണ്ട്. അവരൊക്കെയാണ് ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇത് കൂടാതെ ശക്തി ആരാധനയുടെ മന്ത്രോപാസനയുടെ ഒരു ഘട്ടമെന്ന് പറയുന്നത് മന്ത്ര ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം ഗണപതിയുടെ മന്ത്രങ്ങളാണ്. ഗണപതി മന്ത്രം ആണ് ആരാധനയിൽ. ഇപ്പോൾ അത് മൂലാധാരത്തിൻ്റെ നമ്മൾ പറയില്ലേ 6 ആധാരചക്രം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇങ്ങനെയാണ് 6 ആധാരചക്രം. പടിയാറും കൂടെ ചെല്ലുമ്പോൾ ശിവനെ ആവും. അപ്പോൾ ഈ പടിയാറും കടത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ മൂലാധാരത്തിലിരിക്കുന്ന ശക്തിയെ, മൂലാധാരത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ പേര് കുണ്ടലിനി ശക്തിയാണ്. മൂലാധാരത്തിലിരിക്കുമ്പോൾ ശക്തിയുടെ പേര് കുണ്ടലിനി ശക്തി. പ്രപഞ്ചത്തിലിരിക്കുമ്പോൾ ആ ശക്തിയുടെ പേര് പരാശക്തിയാണ്. ബ്രഹ്മാണ്ടത്തിലിരിക്കുമ്പോൾ പരാശക്തിയും പിണ്ടാണ്ടത്തിലിരിക്കുമ്പോൾ അതിനെ കുണ്ടലിനി ശക്തിയും. അതാണ് മായാകുണ്ടലിനി ക്രിയ മധുമതി കാളി കലാമാലിനി മാതംഗി വിജയ ജയ ഭഗവതി ദേവി ശിവ ശാംഭവി ശക്തിശങ്കര വല്ലഭാകൃണീയനാം ഭഗവാദിനി ഭൈരവി ക്രീങ്കാരി പുരാപരാക്രമീ മതാ. കേട്ടിട്ടുണ്ടോ? ഇല്ല. ബാലാവിംശതി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ബാലാവിംശതി? ബാലാന്ന് കേട്ടിട്ടുണ്ട്. ആരാ? സിനിമ നടിയല്ലേ? ആരാ ബാല? ബാലയെ പറ്റി കേട്ടിട്ടുണ്ട്. ആരാ? ബണ്ഡപുത്ര പദോദ്യുക്ത ബാലാവിക്രമനന്ദിത. സഹസ്രാമത്തിലൊരു വാക്കുണ്ട്. ബണ്ഡാസുരന്റെ പുത്രന്മാരെ വധിക്കാൻ വേണ്ടി സിദ്ധയായി നിൽക്കുന്ന ബാല. ലളിതാ പരമേശ്വരിയുടെ പുത്രിയാണ്. അവിടെയാണ് ബാലാപരമേശ്വരി. ലളിതാ പരമേശ്വരി പുത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മ തന്നെയാണ് മകൾ. നമ്മളതുകൊണ്ട് ചെറുതായിട്ട് കാണാം. ലളിതാ പരമേശ്വരി തന്നെയാണ്. ലളിതാ പരമേശ്വരിയുടെ ചെറുപ്പത്തിലുള്ള ഭാവം അമ്മ ആകുന്നതിന് മുമ്പ്, ത്രിപുരസുന്ദരി ആകുന്നതിന് മുമ്പ്, അതായത് ത്രിപുരസുന്ദരി ഋതുമതി ആകുന്നതിന് മുൻപുള്ള പ്രായം. അങ്ങനെ തന്നെ എടുക്കുക. ഋതുമതി ആകുന്നതിന് മുൻപ്, ഇന്ന് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 10 വയസ്സ്, പക്ഷെ ഇവിടെ 9 വയസ്സിൽ 9 വയസ്സിന് താഴെയുള്ള അവളാണ് പാലാ ത്രിപുരസുന്ദരി. പാലാ ത്രിപുരസുന്ദരി ഈ 9 വയസ്സ് 6 വയസ്സ് എന്നൊക്കെ പറയുന്നത് മന്ത്രാക്ഷരങ്ങളുടെ എണ്ണം. സാധാരണ ചോദിക്കും, നിങ്ങളെ കുട്ടിക്ക് താന്ത്രികർ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങളെ കുട്ടിക്ക് എത്രയോ വയസ്സ്? ഈ കുട്ടിക്ക് ചിലർ പറയും 6 വയസ്സാണ്, ചിലർ 9 വയസ്സാണ്. ഈ 6 വയസ്സും 6 അക്ഷരമുള്ള ബാലാമന്ത്രമുണ്ട്, 9 അക്ഷരമുള്ള ബാലാമന്ത്രമുണ്ട്. മനസ്സിലായി? തന്ത്രശാസ്ത്രത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ശക്തതന്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സാധാരണ ബാലയാണ് ഉപാസിക്കുന്നത്. ഒട്ടുമിക്ക പ്രതിഷ്ഠ ചെയ്യുന്ന തന്ത്രിമാരായാലും ശരി, ശക്തയും കൈകാര്യം ചെയ്യുന്നവരായാലും ശരി, തെയ്യക്കാരായാലും ശരി, എല്ലാവരും ദേവി ഉപാസന ബാലമന്ത്രത്തിലാണ് ഉപാസിക്കുന്നത്. എല്ലാ നമ്മുടെ സിദ്ധന്മാരൊക്കെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികരും അതുപോലെ തന്നെ 18
സിദ്ധന്മാരും ഒക്കെ ഉപാസിച്ചത് പാലയാണ്. അപ്പോൾ അതീവ രഹസ്യമായ മന്ത്രമാണ്. അപ്പോൾ ത്രയക്ഷരി എന്നൊരു വാക്ക്, എന്താ ത്രയക്ഷരി എന്ന് പറഞ്ഞിട്ട് 3 അക്ഷരമുള്ള. അപ്പം ദേവിയുടെ ഈ 700 ശ്ലോകങ്ങളും, ദേവി മഹാത്മ്യത്തിൽ പറയുന്ന 700 ശ്ലോകങ്ങളും, അതുപോലെ ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങൾ, ലളിതാ ത്രിശതിയിലുള്ള 300 നാമങ്ങളും, സൗന്ദര്യലഹരിയിലുള്ള 100 ശ്ലോകങ്ങളും എല്ലാം കാച്ചി കുറുക്കിയെടുത്തിട്ട് അവസാനം 3 തുള്ളിയാക്കി മാറ്റി 3 അക്ഷരമായിട്ട്. അതാണ് ത്രയക്ഷരി എന്ന് പറയുന്നത്. ആ 3 അക്ഷരം ദേവി എന്ന് പറയുന്നത്, ദേവിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് 3 അക്ഷരം. അത് തന്നെയാണ് 6 അക്ഷരമാക്കിയിട്ട് മാറ്റി. അവിടെയാണ് ഷഡാക്ഷരി ബാല, 6 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതൊക്കെ താന്ത്രിക രഹസ്യങ്ങളാണ്. നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്ന് നല്ല ഗുരുക്കന്മാരെ കിട്ടി അവരിൽ നിന്ന് കേൾക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള വശങ്ങളെ പറയാൻ പറ്റും. അത് കേൾക്കുക. അവർ നമുക്ക് യോഗമുണ്ടെങ്കിൽ, നമ്മുടെ ഗുരുപരമ്പര പുണ്യമുണ്ടെങ്കിൽ നമ്മളത് പറയും. അത് കേൾക്കുക. അത് നമുക്ക് ഉപദേശം സ്വീകരിച്ചവർക്ക് മാത്രമേ ആ പാതയിലേക്ക് പോകാൻ പറ്റൂ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം ഗണപതിയുടെ ഉപാസന ചെയ്യും. ഗണപതി വലിയൊരു ഇപ്പം മൂലാധാരത്തിൻ്റെ ദേവനാണ്, പൃഥ്വി തത്വമാണ്. ഓരോ പഞ്ചതത്വങ്ങൾ പറയും അല്ലേ? അത് പഞ്ചഭൂതങ്ങളെന്ന് പറയും. ഈ പ്രപഞ്ചശക്തിയെ പഞ്ചഭൂതങ്ങളായിട്ട് ചിരിക്കുന്നത്. എന്താ പഞ്ചഭൂതങ്ങൾ? അഗ്നി, വായു, ജലം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന സമയത്ത് നമ്പൂതിരി വരിങ്ങനെ വെള്ളം കൊടുക്കുന്നു, ചന്ദനം കൊടുക്കുന്നു, പൂവ് കൊടുക്കുന്നു, പുഷ്പം കാണിക്കുന്നു. അതിനെയാണ് പഞ്ചോപചാരമെന്ന്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ ഉപചാരങ്ങൾ. ജലത്തിൻ്റെ പ്രതീകമായിട്ട് ജലം കൊടുക്കുക, ജലാത്മനെ ജലം കൽപ്പിയാം അല്ലെ, പൃഥ്വാത്മനെ ഗന്ധം കൽപ്പിയാം, ആകാശത്തിന് പുഷ്പം കൽപ്പിയാം, വായുവാത്മനെ അല്ലെ വായു അഗ്നി ധൂപം കൊടുക്കുന്നു. അഗ്നിയുടെ പ്രതീകമായിട്ടാണ് ദേവിയെ ധൂപം കാണിക്കുന്ന സമയത്തൊക്കെ മണിമൂത്തുന്നു, ദീപവും ധൂപവും ഒക്കെ കാണും. അതാണ് പൂജയുടെ തത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ പഞ്ചോപചാരം എന്നൊക്കെ പറയും. അത് തന്നെയാണ് നമ്മുടെ മുദ്രകളിൽ കൂടി താന്ത്രികർ മുദ്രകളിൽ കൂടി ഇങ്ങനെ ഓരോ വിരളിൽ കാണിക്കും. നമ്മൾ ഈ 5 വിരലുകളും 5 പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ്. ഇതൊക്കെ ഗുരുക്കന്മാരിൽ നിന്ന് അറിയേണ്ട. അതാണ്. ഇതുപോലെ തന്നെ മൂലാധാരം കഴിഞ്ഞ അടുത്തതാണ് സ്വാധിഷ്ഠാനം. സ്വാധിഷ്ഠാനത്തിൻ്റെ ദേവനാണ് സുബ്രഹ്മണ്യൻ. തന്ത്രത്തിൽ ഏറ്റവും പ്രധാനമാണ്. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ സുബ്രഹ്മണ്യ ഉപാസന കൊണ്ട് താന്ത്രികർ അത്തരത്തിൽ ആണ് കടന്നു പോകുന്നത്. അതിനെയൊക്കെ പ്രകടമായിട്ടാണ് നമ്മുടെ നാട്ടിൽ എന്താണ് പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും എല്ലാ തരത്തിൽ നമുക്കറിയാം, എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഗണപതിക്ക് വെക്കും അല്ലേ? നമ്മൾ തുലാപ്പത്തിന് ഗണപതിക്ക് വെക്കുന്നു, മകരസംക്രമത്തിന് ഗണപതിക്ക് വെക്കും, വീട്ടിന് കുറ്റിയടിക്കുന്നുണ്ടെങ്കിൽ ഗണപതിക്ക് വെക്കും. എന്ത് വെക്കുമ്പോൾ ഗണപതിക്ക് വെക്കും. ഗണപതിയാണ് ബേസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ തന്ത്രശാസ്ത്രത്തെ നമ്മളെ ആധാരചക്രങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പം അതിന് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്കിത് കെട്ടി ഉയർത്തണമെങ്കിൽ എന്ത് വേണം? ഗണപതി ആ തത്വം ബേസ് വേണം. അതിൻ്റെ മുകളിലുള്ളതാണ് ചക്രങ്ങൾ. അങ്ങനെയാണ് ഓരോ ആധാരചക്രങ്ങൾക്ക് ഓരോ ദേവൻ ആണ് അതിൽ കൂടി പറയുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ ഉള്ള ദേവി ആരാധന എന്ന് പറഞ്ഞാൽ കളരിയിൽ കൂടിയുള്ളതല്ല. കളരി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് കളരികളെ ആയോധന കളരി, എഴുത്ത് കളരി, നൃത്ത കളരി, മാന്ത്രിക കളരി, ഇങ്ങനെ 4 തരത്തിലുള്ള കളരികൾ. ആയോധന കളരിയാണ് പ്രധാനം. എല്ലാവർക്കും ഈ വഴക്കമാണ്. നല്ല ഉറച്ച ശരീരത്തിൽ ഉറച്ച മനസ്സുണ്ടാവും. അപ്പോൾ ഉറച്ച ശരീരം ഉണ്ടാക്കാൻ വേണ്ടി, ആ ശരീരത്തിൻ്റെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കളരികൾ. കളരികളിൽ നമുക്കറിയാം, കളരിയിൽ കൂത്തറയുമുണ്ട്, ഗുരുസ്ഥാനമുണ്ട്. ഗുരു എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുന്നയാളെല്ലാം ഉദ്ദേശിക്കുക. ആ ശിവനിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഗുരു പരമ്പരയാണ്. ആദിഗുരുവായിട്ടുള്ള ശിവൻ, ആദിയോഗി എന്ന് പറയുന്ന ശിവനിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഗുരു പരമ്പര ഓടിയാണ് ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ചക്രം എന്ന് പറയും. അവിടെ കാളിയും പ്രധാനം. കാളിയത്തിൽ തന്നെ ഭദ്രകാളി ആരാധന. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരെന്താണ് കേരളത്തിലുള്ള, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലുള്ള നമ്മുടെ ആളുകളുടെ, രാജാക്കന്മാരുടെയും അവരുടെ പടയാളികളുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് കളരികൾ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് കളരികളാണ് അവരാദ്യമായിട്ട് നിരോധിച്ചത്. 1804 പഴശ്ശിരാജാവ് 1805 മരണപ്പെടുന്നത്. അതിനു മുൻപേ ചെയ്യപ്പെടുന്ന 1 വർഷം മുൻപ് കളരികൾ നിരോധിച്ചു, നിയമപ്രകാരം നിരോധിച്ചു കളരികൾ. അപ്പോൾ കളരിയിലാണ് ഇവരുടെ ശക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ കളരികൾ നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കളരിയിലുള്ള ആരാധന എന്നത്. ഇന്ന് പ്രകടമായിട്ട് അല്പമെങ്കിലും ഇത്തരത്തിലുള്ള ആരാധന നിലനിൽക്കുന്നത് തെയ്യം പോലെയുള്ള, വടക്കിനിയമ്പാകം പോലെയുള്ള ഇത്തരം കർമ്മങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ശാക്തേയക്കാവുകൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള ഒരു പ്രദേശം
കൊലത്തിരി രാജവംശം പണ്ട് ശ്രീകണ്ഠാപുരത്തവരുടെ രാജധാനിയാണ്. ശ്രീകണ്ഠന്റെ പുരമാണ് ശ്രീകണ്ഠാപുരം. അവിടെ അമ്മക്കോട്ടം എന്ന് പറയുന്ന ഒരു പ്രദേശം. രുചിജിത് വിധാനത്തിൽ അല്ലെങ്കിലും ശാക്തേയ വിധാനത്തിൽ പൂജകൾ ചെയ്യുന്ന ഭദ്രകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ പറയുന്ന പിടാരകന്മാരെ തന്നെയാണ് അവരുടെ പൂജ. അവിടെ അമ്മക്കോട്ടം എന്നാണ്, അമ്മയുടെ കോട്ടം, ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഒരു ഇവിടെയാണ്. അത് ദേവിയുടെ പ്രധാനപ്പെട്ട സങ്കേതം. അതുപോലെ തന്നെ ശക്തി തമ്പുരാന്റെ കൊടുങ്ങല്ലൂർ കേരളത്തിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ശക്തിയുടെ നമ്മുടെ പവർ ഹൗസ് ആണ്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് കേരളം നിലനിൽക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ പണ്ട് ഒരു അക്രമം നേരിട്ട സമയത്ത് ശക്തൻ തമ്പുരാൻ ഇതിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചത് തച്ചോളിയോധേന. അറിയോ? തച്ചോളിയോധേന പോയിട്ട് യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ച സമയത്ത് എന്താണ് പ്രതിഫലമായിട്ട് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് തച്ചോളിയോധേന പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഇതിന് പ്രതിഫലം വാങ്ങില്ല. അതുകൊണ്ട് പകരമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അറക്കുന്ന കോഴി, അത് ഇവിടുത്തെ ഭരണി ഉത്സവം ഉണ്ട്, കൊടുങ്ങല്ലൂർ ഉത്സവം, മീനഭരണിക്ക് അറക്കുന്ന ആദ്യത്തെ കോഴി തച്ചോളി കോഴിയായിരുന്നു. ഇന്നും തച്ചോളി തറവാട്ടിൽ ഇന്ന് നിയമം മൂലം ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്, വലിയ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് അറിയാലോ, കേരളത്തിൽ ഒരു ദിവസം 20 ലക്ഷം കോഴികളെ കൊല്ലുന്നുണ്ട്. സർക്കാർ ഹാച്ചറികളിൽ നിന്ന് വിരിയിപ്പിച്ചിറക്കിയ 20 ലക്ഷം കോഴിക്കുട്ടികൾ എന്ന് തന്നെ പറയും. 45 ദിവസം പ്രായമാണ് കോഴികൾ. നമ്മൾ ഈ ബലികർമ്മത്തിന് ഉപയോഗിക്കുമ്പോൾ പൂവൻ കോഴിയെ മാത്രമേ ഉപയോഗിക്കൂ. കൂകിത്തെളിഞ്ഞ പാറുകോഴി പറ്റരുത്. ആൺപ്രജയെ മാത്രമേ ബലി കൊടുക്കൂ. ആൺമൃഗത്തെയോ പ്രജയോ മാത്രമേ, പക്ഷിയെ മാത്രമേ ബലി കൊടുക്കൂ. അത് കോഴി എന്ന് പറയുന്നത് ദാരികൻ്റെ ഇതായിട്ടാണ് പറയുന്നത്. ദാരികൻ്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഉണ്ടാകുന്നതാണ്, ആസുരിക ശക്തികളായിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതീകമായിട്ടാണ് കോഴിയെ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കോഴിയാണ് കൊല്ലത്തിൽ ഒരു ആചരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലോ കാവിലോ പോയി. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ ഓരോ ദിവസവും 20 ലക്ഷം കോഴികൾ, 45 ദിവസം പ്രായമെത്താത്ത കോഴിക്കുട്ടികളെയാണ്. ഇത് ഒരു പ്രായപൂർത്തിയായി കൂകിത്തെളിയുന്ന സമയത്ത് കൂകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചേലിട്ടിട്ടുണ്ടാവും. അതിൻ്റെ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ജീവിതചക്രം പൂർത്തീകരിച്ചു. സ്ത്രീയെ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അപ്പോൾ സ്ത്രീ എന്താണെന്ന് അറിഞ്ഞെടുക്കും. അതുകൊണ്ട് സ്ത്രീ എന്താണെന്ന് അറിയണം, സ്ത്രീയെ പൂജിക്കണ്ടെങ്കിൽ ആരാധിക്കുന്ന സ്ത്രീ എന്താണെന്ന് അറിയണം. അതുകൊണ്ടാണ് നമ്മുടെ മൂകാംബിക പോലുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാന പൂജകനാണെങ്കിൽ വിവാഹിതനാകണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ സ്ത്രീയെ പറഞ്ഞവന് മാത്രമേ സ്ത്രീയെ പൂജിക്കാൻ പറ്റൂ. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശക്തി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചെറിയൊരു വ്രണം മാത്രമാണ് തുടങ്ങിയത്. കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് നമ്മുടെ കുലപരദേവത, കുടുംബപരദേവത, നമ്മുടെ എന്തിനാണ്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് ശക്തി ആരാധനയുടെ തന്നെ ഭാഗമായിട്ടുള്ള തെയ്യം നമ്മുടെ ഉത്തര കേരളത്തിൽ പല തറവാടുകളിലും കുടുംബങ്ങളിലും ഒക്കെ നടക്കുന്ന ശക്തി ആചരണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ശക്തി ആരാധനയുടെ പ്രധാന ഭാഗങ്ങൾ എന്താണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ഇനി അടുത്ത സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുമായിട്ട് ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന ഉദ്ദേശിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും.